നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്പയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ ഉത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കയ്പമംഗലം വഴിയമ്പലം കിഴക്ക് കുറ്റിക്കാട്ട് ക്ഷേത്രത്തിനടുത്ത് തട്ടാർകുഴി വീട്ടിൽ സുബീറിന്റെ മകൻ അമീർ അലിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിരുന്നില്ല. കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കയ്പമംഗലം പോലീസിൽ അറിയിക്കാനായി സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഈ സമയത്താണ് കുട്ടിയുടെ മരണവിവരം എത്തുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്പയാർ ശ്രീ ശബരിമല അയ്യപ്പ സേവാ സമാജം അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സേവാ സംഘം 17 വർഷമായിട്ട് ഇവിടെ ഭംഗിയായിട്ട് വളരെ ഓരോ വർഷം കഴിയുന്തോറും പൂർവാധികം ശക്തിയോടെയും കരുത്തോടെയും ഈ സംഘം മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതെന്നും വൃശ്ചികമാസത്തിൻ്റെ തലേദിവസം 1-ാം തീയതിക്ക് തലേദിവസമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ചടങ്ങ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കാറ്. മിക്കവാറും എല്ലാ വർഷങ്ങളും എനിക്ക് വന്നു ചേരാൻ ഈ 17 വർഷമായിട്ട് വന്നു ചേരാൻ സാധിക്കാറുണ്ട്. ഈ വർഷം ആ ഉദ്ഘാടന കർമ്മത്തിന് വരാൻ സാധിച്ചില്ലെങ്കിലും സമാപന സമ്മേളനത്തിന് വരാൻ സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. 17 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്താൻ അത് അടിവരായിട്ട് പറയേണ്ട കാര്യമാണ്. ഇത്രയും വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഇത്രയും പേർക്ക്, ഇത്രയും അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സേവന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സേവാ സംഘം. അയ്യപ്പ സേവാ കേന്ദ്രം വർക്കിംഗ് പ്രസിഡന്റ് ഗിരി തയ്യിൽ അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് ലിഷോയ് മുഖ്യാതിഥിയായി. രാഷ്ട്രീയ സ്വയം സേവാ സംഘം തൃശൂർ വിഭാഗ സഹസേവാ പ്രമുഖ ഷാജി PV മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശബരിമല അയ്യപ്പ സേവാ കേന്ദ്രം ദേശീയ സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, മുരളി കൊളങ്ങാട്ട്, വാർഡ് മെമ്പർ അംബിക, തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ, സുനിൽ വെന്നിക്കൽ, വിനോദ് നടുവത്തേരി, K രഘുനാഥ്, P കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ചളിങ്ങാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കളമെഴുത്ത് തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, മുത്തപ്പന കളമെഴുത്തുപാട്ട്, വൈകിട്ട് വിഷ്ണുമായ രൂപക്കളം, ദീപാരാധന, രാത്രി വീരനാട്യം, അത്താഴപൂജ, തുടർന്ന് ദേവിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. PV സന്തോഷ് തന്ത്രി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് CR സുരേന്ദ്രൻ, CR സന്തോഷ്, CK ധർമ്മൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. താളത്തിൽ കൊണ്ടുവന്നു ഇറക്കൊഴിച്ചു. ഇറവെള്ളം തൊട്ട് ശുദ്ധം വരുത്തി ഉപ്പോളങ്ങല്ലരി ഉള്ളം കയ്യിൽ വെള്ളം ചന്ദനത്തിനാൽ അമൃതേ കഴിഞ്ഞു. ഉപ്പ് തൊണ്ണൂറലായി വെള്ളം ചെന്നുപോകുന്നു. ഇളവരക്കുന്നു അരിയെന്ന് കരുവാകുന്നു. ആ തെളിവുകളാകുന്നു അന്നേക്കും മുന്നിലാകുന്ന മാസത്തിൽ കൂറുവാകയ്ക്ക് ഗർഭമുണ്ടോ ഇല്ലയോ ഇടവഴക്കം പരിവഴക്കം സംശയങ്ങൾ വന്നിടുന്നേ. ആകുന്ന മാസത്തിൽ ഏർക്കരുവേ വരിമുറ്റി. മൂന്നിലാകുന്ന മാസത്തിൽ കൂറുവാകയുടെ ഉരുണ്ട് മുലക്കണ്ണ് രണ്ടും കറുകുറുന്നിനെ കറുത്തു കണ്ടു. കേരളത്തെ പ്രതിനിധീകരിച്ച് അഫ്രിൻ ഫാത്തിമ കൽക്കത്തയിലെ ഇന്ത്യൻ ആർമി ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. കേരളത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യത്തെ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ 12ഓളം വരുന്ന ഭിന്നശേഷി കലാകാരന്മാരും കലാകാരികളും കൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ ആർമി നേതൃത്വം നൽകിയ നാരീശക്തി ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന്റെ ഭാഗമായി നാഷണൽ ഫാഷൻ ഷോയുടെ ഭാഗമായി റാമ്പിൽ ചുവടുകൾ വെച്ചു.
കുട്ടികളോടൊപ്പം 30ഓളം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാൾ ലോകഭവനിൽ പൂമ്പാറ്റ കുട്ടികൾക്ക് വിരുന്നൊരുക്കി. പൂമ്പാറ്റയുടെ ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അപർണ നാരായണൻ, രഹന അൻസാർ, സജീവൻ ചാഴൂർ, ശ്രീജ പിള്ളൈ, സുനിത വിജയകുമാർ, നന്ദകുമാർ, ഉഷ എന്നിവർ നേതൃത്വം നൽകി. ഈ സൗഭാഗ്യം നൽകിയത് ആർ ഏഞ്ചൽ റോമ മൻസൂർ മുഖേനയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചുവന്ന അഫ്രിൻ ഫാത്തിമയും കൂട്ടരെയും കോർഡിനേറ്ററായ പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ എന്നിവരെയും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ ET ടൈസൺ മാഷാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചത്. പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി, പ്രവാസി തൃശൂർ ജില്ലാ സെക്രട്ടറി S. സജീവ്, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK സുലൈമാൻ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ കരാട്ടുപറമ്പിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നസീർ വടൂക്കര, ലാൽ കച്ചില്ലം, രാജൻ പട്ടാട്ട തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. അഫ്രീൻ ഫാത്തിമയ്ക്ക് ജനുവരി 25-ന് രാജസ്ഥാനിൽ വെച്ച് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് കൂടി തേടിയെത്തിയിട്ടുണ്ട്. കരയാമുട്ടം വൈപ്പിപ്പാടത്ത് അൻസാർ, രഹന ദമ്പതികളുടെ മകളാണ് അഫ്രീൻ ഫാത്തിമ. ഒട്ടനവധി അവാർഡുകൾ അഫ്രീനു ലഭിച്ചിട്ടുണ്ട്. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ സല്യൂട്ട് ദ പാരന്റ് ആൻഡ് ജ്വാല പ്രകാശനം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്നതിൽ 169 കുട്ടികൾ മികവുറ്റത് ഏതൊക്കെ കാര്യത്തിൽ? കലാരംഗത്ത്, പഠനരംഗത്ത്, കായിക രംഗത്ത്, വ്യത്യസ്തങ്ങളായ മേഖലയിൽ വ്യത്യസ്തങ്ങളായ അഭിരുചികളായ മാതാപിതാക്കളുടെ മക്കളായ ഈ കുട്ടികൾ ഈ വിദ്യാലയത്തിൽ വന്ന് ഈ വിദ്യാലയത്തിൽ അധ്യാപകർ പറഞ്ഞു കൊടുത്തത് പഠിച്ച് അവരവർ കഴിവ് പ്രകടിപ്പിച്ചപ്പോൾ ഈ വിദ്യാലയത്തിലെ 169 മണിമുത്തുകളായി നമ്മുടെ മക്കൾ മാറി. നമ്മുടെ സന്തോഷമല്ലേ? നമ്മുടെ മക്കള് ആ മക്കളോടൊപ്പം മാതാപിതാക്കളെ ആദരിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടും.
ഹിന്ദി ഭാഷ കഴിയുന്ന കുരുത്തക്കേട് കളിക്കുമ്പോൾ ജോർജ് ഭാഷ കഴിയുമ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ട്, ഒരു കുറവ് കിട്ടിയില്ല. അടി ഹിന്ദി ഭാഷ എന്ന ഉച്ചാരണ ശേഷിയിലാണ് നമ്മൾ സ്കെയിൽ വെച്ച് ഈ വൈകിട്ട് പടലിക്കടിക്കും. ഇന്ന് ചൂരലെടുത്താൽ ആദ്യം അരവര PTA പ്രസംഗം കളിക്കും. എൻ്റെ കുട്ടിയെ ഭാഷ അടിച്ചു. ആരടിക്കാൻ കാരണം? എന്തുകൊണ്ട് അടിച്ചു? എത്ര കൈപ്പൊക്കു രക്ഷകർ എൻ്റെ മോളെ അടിച്ചോ? പണ്ടൊക്കെ അടി കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നാൽ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും. എന്തിനാണ് പറയും? മാഷ ഒരെണ്ണം കൂടി കൊടുക്കും. ഒരെണ്ണം കൂടിയും എൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കും. അവനെ കുറുമ്പ് മാറ്റെന്ന് പറയാം. ഇന്ന് ടീച്ചർമാരുടെ ചോക്ക് പോലും പിടിച്ച്, ചോക്ക് രഹിത വിദ്യാലയമാണ് വിദ്യാലയം. അത്യാവശ്യം മാഷ അടിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം കുറുമ്പ് കാണുന്നത് പേടിപ്പിക്കും. ആര്? നമ്മുടെ സാരം മാഷ്. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമ്മൽ അധ്യക്ഷത വഹിച്ചു. പാഠ്യേതര മേഖലകളിൽ ജില്ലാ ഉപജില്ലാ തലത്തിൽ ഉന്നത വിജയം കൈവരിച്ച് വിദ്യാർത്ഥികളെയും അവരെ അതിനൊരുക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ച രക്ഷിതാക്കളെയും സ്കൂളിന്റെ മുൻ ഹെഡ് മാസ്റ്ററും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ OJ ഷാജൻ മാസ്റ്റർ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിന്റെ സ്വന്തം പത്രമായ ജ്വാല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജ സുജിത്ത് പ്രകാശനം ചെയ്തു. പൊതുരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം PA ഷിഹാബ് എന്നിവരെ PTA പ്രസിഡന്റ് CS സുനിൽകുമാർ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പഴവർഗ്ഗങ്ങൾ കൊണ്ടുള്ള പലഹാരമേളയിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ച അമ്മമാർക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി T തോമസ്, PTA വൈസ് പ്രസിഡന്റും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ PA ഷിഹാബ്, മാതൃസംഘം പ്രസിഡന്റ് RH ഹാഷിഫ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് കാരുണ്യ വയോജന ക്ലബ്ബ് പകൽവീട് വാർഷികാഘോഷം നടത്തി. കാഞ്ഞാണി കീർത്തി അങ്കണവാടിയിൽ ചേർന്ന യോഗം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ്, അന്തിക്കാട് CDPO ഷീജ, ICDS സൂപ്പർവൈസർ KS കവിത, CDS മെമ്പർ രജിത അനൂപ്, JHI TJ ദേവസി, ജനാർദ്ദനൻ മണ്ണുമ്മൽ, രാധ അംബികേശൻ, സരസ്വതി ഭാസ്കരൻ, VN രാധാകൃഷ്ണൻ, അംബികേശൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടോണി അത്താണിക്കൽ, വിലാസിനി വേണുഗോപാൽ, KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. കൂടുതലായിട്ട് പറയാനും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ക്ലബിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ വേദി പങ്കിടുന്നതിനൊരു പകപ്പും അമ്പരപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ കഴിയുന്നതും ബ്ലോക്കിൽ നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും ഉണ്ടാവും നിങ്ങളിൽ ഒരാളായിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങളുടെ എന്താവശ്യങ്ങളായാലും വ്യക്തിപരമായിട്ടുള്ളതായാലും പകൽ വീടിനെ സംബന്ധിച്ചുള്ള എന്തൊരാവശ്യവും അറിയിച്ചാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലും ഞാനെന്ന വ്യക്തി എന്ന നിലയിലും മെമ്പർ എന്ന നിലയിലും എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ മഹോത്സവം ജനുവരി 19 ആഘോഷിക്കുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കൊട്ടാരത്തിൽ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി 18 വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ വിവിധ കലാപരിപാടികൾ നടത്തും. ഉത്സവ ദിവസം പുലർച്ചെ 5-ന് ഗണപതി ഹോമം, വൈകിട്ട് വിവിധ കലാരൂപങ്ങളോടെ പൂരം വരവും ഉണ്ടായിരിക്കും. 6:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 1ാം നിരയിലുള്ള തലയെടുപ്പുള്ള 7 ആനകൾ അണിനിരക്കും. ചെമ്മപ്പള്ളി വടക്കും മധ്യ കമ്മിറ്റിയുടെ ചെർപ്പളശ്ശേരി രാജശേഖരൻ എന്ന ആന തിടമ്പേറ്റു. രാത്രി 9 വരെ പൂരം എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വർണ്ണമഴയും ശാസ്താംപാട്ടും നടക്കും. പുലർച്ചെ 4-നും കൂട്ടിയെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. കലാസാംസ്കാരിക പരിപാടികൾ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി മോഹനൻ പൂക്കാട്ട്, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബുരാജ് പൂക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ പൊതുവീട്ടിൽ എന്നിവരും പങ്കെടുത്തു. 10 മണി വരെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. അന്തിക്കാട് ഹൈസ്കൂളിന്റെ 76ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും രക്ഷാകർതൃ പൊതുയോഗവും നടന്നു. CC മുകുന്ദൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങളാണ് ഈ സർക്കാർ നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. കഴിഞ്ഞ 5-4 വർഷത്തിനുള്ളിൽ നിയമസഭയുമായി ബന്ധപ്പെടുന്ന സമയത്ത്
നമ്മുടെ ഓരോ വർഷവും നമ്മുടെ സഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടാവും. എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ ആ ബഡ്ജറ്റിൽ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റിലുള്ള ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായി വലിയൊരു ശതമാനം സംഖ്യ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിവെക്കുകയാണ്. അത് നമ്മുടെ സർക്കാർ പറയുന്നത് നമ്മുടെ ഒരു കുട്ടിക്ക് എത്ര കണ്ട് വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ആ ബഡ്ജറ്റുകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാതൃക പതിപ്പിച്ചുകൊണ്ട് പുതിയ പാഠ്യപദ്ധതികളുടെ രൂപവും ഭാവവും നൽകിയിട്ടുള്ളത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഫോട്ടോ അനാച്ഛാദനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. എൻ്റെ പ്രോഗ്രാംസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ഷണിച്ചാൽ ഇപ്പോൾ VS സുനിൽകുമാർ മന്ത്രിയായിരിക്കുമ്പോഴും രാജന് TN പ്രതാപനും കൃഷ്ണകുമാറും ഒക്കെ നിർബന്ധിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ശാസിക്കാറുണ്ട്, മിണ്ടരുത്, എന്നെ വിളിക്കരുത് എന്ന് പറയും. പക്ഷേ അന്തിക്കാട് ഹൈസ്കൂളിൽ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അത് കുറച്ച് വൈകാരികമായ സംഭവമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ പൂർവ്വ വിദ്യാലയം ഈ ആദ്യത്തെ ക്ലാസ്സിലാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഥ എഴുതിയിട്ട് മാതൃഭൂമി പാലകത്തിൽ അച്ചടിച്ചു വന്നത്. അന്ന് അതിൻ്റെ വൗച്ചർ കോപ്പി വരുന്നതൊക്കെ MK സത്യൻ സ്റ്റാൻഡേർഡ് 10 അല്ലെങ്കിൽ മറ്റേ 9th അന്തിക്കാട് ഹൈസ്കൂളിന് ഇതിലാണ് വരാറ്. അന്ന് സത്യൻ അന്തിക്കാട് ഞാൻ വയ്ക്കാറില്ല, സത്യൻ MK എന്നാണ് അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ സത്യൻ MK ഞാൻ തന്നെയാണെന്ന് എൻ്റെ കൂട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്തിക്കാട് ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ സ്ക്രീനിലൊക്കെ സത്യൻ അന്തിക്കാട് എന്ന് വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്തിക്കാട് സ്കൂളിലൊരു പരിപാടി എന്ന് പറയുമ്പോൾ വാർഷികം, അത് 76ാം വർഷം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരൊക്കെ പഠിച്ച വിദ്യാലയമാണ്. ചടങ്ങിൽ ജില്ലാതല കലാപ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ നിർവഹിച്ചു. ജില്ലാ കായിക പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് AEO ബിന്ദു PK, സീരിയൽ സിനി ആർട്ടിസ്റ്റ് ബിജേഷ് അവണൂർ, വാർഡ് മെമ്പർമാരായ രാധാചന്ദ്രൻ, ശാലിനി സന്ദീപ്, അന്തിക്കാട് BRC BPC ഡോക്ടർ K ഉമാദേവി ടീച്ചർ, KGM സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ, MPTA പ്രസിഡന്റ് റജീന നാസർ, PTA വൈസ് പ്രസിഡന്റ് ഷജിൽ NT, MPTA വൈസ് പ്രസിഡന്റ് ഷെബീന ലത്തീഫ്, ബിന്ദു ടീച്ചർ, സ്കൂൾ ലീഡർ വൈഗ CTS, വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ് മിസ്ട്രസ് VR ഷില്ലി, സാജി ടീച്ചർ, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് വിനോദ് മാസ്റ്റർ, SRG കൺവീനർ NR പ്രിജി, ജനറൽ കൺവീനർ MR രജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 മത്സരാർത്ഥി ശ്രിയ ശ്രീകാന്തിന്റെ ഗാനാലാപനത്തോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സാന്ത്വനം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കൈത്താങ്ങായി ഉണ്ണിപ്പീടികയും ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര ശ്രീ കുറ്റിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരുന്നു. ശേഷം വൈകിട്ട് മേളവാദ്യ താലം വരവോടെ എഴുന്നള്ളിപ്പ് നടന്നു. ശങ്കരത്തുപറമ്പിൽ ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് ദീപാരാധന, നിറമാല, കേളി, പച്ച എന്നിവ നടന്നു. ശേഷം പ്രജേഷ് ചെറായി, ഷിൽസൺ നായരമ്പലം എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. തുടർന്ന് രാത്രി എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രത്തിൽ ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ക്ഷേത്ര മേൽശാന്തിമാരായ വേണു, സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KB സോമലാൽ, സെക്രട്ടറി KA വേണു, വൈസ് പ്രസിഡന്റ് KB സുരേഷ്, ജോയിന്റ് സെക്രട്ടറി KA ശശിധരൻ, ഗജാൻജി KA അൻസ്, രക്ഷാധികാരികളായ KA രാമചന്ദ്രൻ, KB അശോകൻ എന്നിവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്പയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് സമാപനമായി. കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ ഉത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.